കാണാൻ ഏറെ സൗന്ദര്യമുള്ള കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമാക്കുന്നത്. എന്നാൽ കാഴ്ചകൾ കണ്ടു നടക്കുന്നവരുടെ തലയ്ക്കു മീതെ പതിയിരിക്കുന്നത് വലിയ അപകടമാണ്. 2 ആഴ്ചക്കിടെ പല തവണയാണ് മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് ഇവിടെ അപകടമുണ്ടായത്. മഴക്കാലത്തിന് മാസങ്ങൾക്ക് മുമ്പേ വെട്ടിമാറ്റണമെന്ന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാണാം, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. തലയ്ക്കുമീതെ അപകടം. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഫുഡ് കോർട്ടിന് മുകളിലേക്ക് ശിഖരം വീണതിന്റെ ദൃശ്യങ്ങളാണിത്. ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മേശയ്ക്ക് മുകളിലേക്കാണ് ശിഖരം വീണത്. അത്ഭുതകരമായാണ് കടയിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഉണ്ടായത് വലിയ നാശനഷ്ടവും. ഈ അപകടത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള തണൽ മരം അവിടെയുണ്ടായിരുന്ന കടകൾക്ക് മുകളിലേക്ക് വീഴുന്നത്. 5 കടകൾക്കാണ് അന്ന് നാശനഷ്ടം സംഭവിച്ചത്. 3 മാസത്തിലേറെയായി ഈ മരം വെട്ടി നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിരുന്നില്ല. കടകൾ മാത്രമല്ല, ആളുകൾ വിശ്രമിക്കുന്ന ഇടം, PWD റെസ്റ്റ് ഹൌസ്, ബീച്ച്, അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന ഒട്ടുമിക്ക ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഫോർട്ട് കൊച്ചി വെളിയിൽ സ്കൂളിന് മുൻപിലും ഇത്തരത്തിൽ അപകടകാരികളായ മരങ്ങളുണ്ട്. മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഫോർട്ട് കൊച്ചിയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരുപാട് വിദേശികളും കാര്യങ്ങളും ആളുകൾ വന്നത്. അപകടകരമായിട്ട് നിൽക്കുന്ന ഒരുപാട് മരച്ചില്ലകൾ ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു അപകടമാണ് മാറിപ്പോയത്. തൊട്ടടുത്തുള്ള ഒരു ഡെൽറ്റ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിന്റെ ഫ്രണ്ടിലെ ട്രാൻസ്ഫോമറിന്റെ മേലുള്ള ഒരു വലിയൊരു മരച്ചില്ലയുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകും. പ്രധാനപ്പെട്ട ഒരുപാട് മരച്ചില്ലകൾ ഇവിടെ മുറിച്ചു മാറ്റപ്പെടേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേക സാങ്ഷനൊക്കെ വേണം, ഓർഡർ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഹെൽത്തിൽ അന്വേഷിച്ചപ്പോഴും KCBയിൽ അന്വേഷിച്ചപ്പോഴും വേണ്ടപ്പെട്ട അധികൃതർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അപകടം ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആളുകൾ, പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മരച്ചില ടേബിൾ തകർന്നു പോയി. ആളുകൾക്ക് അപായമൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ, മുമ്പിലിരുന്ന ആളുകൾ ഓടി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പോട്ട് ഓടിയത് തുടർന്ന് രക്ഷപ്പെട്ടു. സാധാരണയായി മഴക്കാലത്തിന് മുൻപ് അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റാറുണ്ട്. എന്നാൽ കുറച്ചു നാളുകളായി ഇത്തരത്തിൽ മരങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളിലും വ്യാപാരികളിലും പ്രതിഷേധം ശക്തമാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ശേഷിക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. അപ്പോഴും ഫോർട്ട് കൊച്ചിയിലുള്ള അലംഭാവം അത് പല രീതിയിൽ പലതവണയായി തുടരുകയാണ്. പലതവണയാണ് ഇവിടെയുള്ള ആളുകൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ മുറിച്ചു മാറ്റിയില്ല. അതിന് പറഞ്ഞ കാരണങ്ങളും പലതാണ്. അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമല്ല അവിടെ ഒരു നടപടി ഉണ്ടാകേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്നും സജിലിനൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.